CPM പാർട്ടി വിട്ട് കോൺഗ്രസിലോട്ട് വന്ന ഐഷ പോറ്റിയെ കോൺഗ്രസ്സുകാർ സ്വീകരിച്ചപ്പോൾ മുതൽ ഈ അണികൾക്കിടയിൽ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. അതായത് എന്തായാലും ഇത്രയും കാലം നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളെ പെട്ടെന്ന് അവർക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ കൊടി പിടിക്കേണ്ടി വരുമ്പോൾ ഒരു അവസ്ഥ, അതായത് സാധാരണ പ്രവർത്തകരുടെ അല്ലെങ്കിൽ സാധാരണ അണികൾക്കുള്ള ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വന്നിരുന്നു. ഇപ്പം ഐഷ പോറ്റിയെ കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കാൻ പോകുന്നു. അപ്പം ഇതും കോൺഗ്രസ്സുകാർക്കിടയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന പ്രവൃത്തി പരിചയമുള്ള അല്ലെ പാർട്ടി പാരമ്പര്യമുള്ള പലരെയും തഴഞ്ഞുകൊണ്ട് ഇന്നലെ വന്നു കയറിയ ഐഷ പോറ്റിക്ക് സീറ്റ് കൊടുക്കുന്നതിൽ സ്വാഭാവികമായിട്ടും എതിർപ്പുണ്ട്. അപ്പം അങ്ങനെ ഒരു എതിർപ്പുള്ള സ്ഥിതിക്ക് എന്തായാലും ഐഷ പോറ്റിക്കെതിരെ പാലം വരിക്കാൻ പോകുന്നത് സ്വന്തം അതായത് ഇപ്പോഴത്തെ ഐഷ പോറ്റിയുടെ സ്വന്തം പാർട്ടിക്കാർ തന്നെയായിരിക്കും. അപ്പം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതിന്? അല്ലാതെ ഈ കോൺഗ്രസിനെ ഇത് എങ്ങനെ ബാധിക്കും? കോൺഗ്രസിനെ ഇത് ബാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ തെക്കൻ ജില്ലകളിൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ നിലവിലത്തെ കണ്ടീഷൻ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. ഇപ്പം VD സതീശൻ പറയുന്നത് 100 സീറ്റിലധികം നേടിയിട്ട് ഇവിടെ കോൺഗ്രസ് വിജയിക്കും, UDF അധികാരത്തിൽ വരും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ തെക്കൻ ജില്ലകളുടെ അവസ്ഥ എടുത്ത് നോക്കും. തിരുവനന്തപുരം 14 സീറ്റുകളെടുത്ത് 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ആകെ ഉണ്ടത് ഒരെണ്ണമാണ്. കൊല്ലത്തേക്ക് നോക്കും, കൊല്ലത്തുമില്ല. ഇങ്ങോട്ട് വന്ന് ആലപ്പുഴ നോക്കും, പത്തനംതിട്ട നോക്കും. ഇവിടെയൊക്കെ നമ്മൾ കാര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോഴും മുൻതൂക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും LDF തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൊട്ടാരക്കര ഇപ്പം ഐഷ പോറ്റി വരുമ്പോൾ എന്ത് സംഭവിക്കും, എന്തിനാണ് ഐഷ പോറ്റി നിർത്തിയത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. ശരിക്കും UDF സംബന്ധിച്ചിടത്തോളം ഒരു പ്രാധാന്യമുള്ള ജില്ലകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എറണാകുളം ജില്ല, കോട്ടയം, ഇടുക്കി, മലബാർ മേഖലയിലെ മലപ്പുറം എന്നീ ജില്ലകളിൽ, വയനാട്, മലപ്പുറം അങ്ങനെ തുടങ്ങിയ ജില്ലകളിലാണ് കോൺഗ്രസിന് അതിശക്തമായ ഒരു വേരോട്ടം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളത്. എന്നാൽ ഇങ്ങോട്ട് തെക്കൻ ജില്ലകളെ പരിശോധിക്കുകയാണെങ്കിൽ UDF പൊതുവെ അത്ര വലിയ മെച്ചം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും ഉള്ളത്. ആ സാഹചര്യത്തിലാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസിൽ ഇനി നല്ല കൊള്ളാവുന്ന ഒരു നേതാവിനെ നിർത്തിയിട്ട്, തന്നെയല്ല നേതാക്കന്മാരുടെ എണ്ണവും കൊല്ലം ജില്ലയിൽ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം നേതാക്കന്മാരെ നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും ഈ കൊട്ടാരക്കര മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഐഷ പോറ്റിയുമായി നിരന്തരം ബന്ധപ്പെടുകയും അതിൻ്റെ ഭാഗമായി BJPയിലേക്ക് പോകാനിരുന്ന ഐഷ പോറ്റിയെ കോൺഗ്രസിനുള്ളിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. അപ്പോൾ അങ്ങനെ ഐഷ പോറ്റിയെ കോൺഗ്രസിനെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ശരി തന്നെ ഒരാൾ വന്നു, അതോടുകൂടി ഒരു മെമ്പർ കൂടി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കുറച്ചുകൂടെ ശക്തിപ്പെട്ടു എന്ന് പറയാം. ഒരാൾ കൂടുമ്പോൾ അത്രയും ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതൊരു വലിയ തിരിച്ചടിയാണ്, ഒരു കനത്ത തിരിച്ചടി എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള തിരിച്ചടിയാണ്. എന്തുകൊണ്ടാണ് തിരിച്ചടി സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഐഷ പോറ്റിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തുകൊണ്ട് ഐഷ പോറ്റിയെ കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് 2 മാറ്റങ്ങൾ സംഭവിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞ തവണ ബാലഗോപാലിനെതിരായി മത്സരിച്ചിരുന്ന കോൺഗ്രസിന്റെ തന്നെ പ്രതിനിധിയായിട്ടുള്ള രശ്മി എന്ന് പറയുന്ന ഒരു നേതാവ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയി. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകും എന്ന് സ്വയം വിചാരിച്ചുകൊണ്ടിരുന്ന അഖിൽ മാരാറിനെ പോലെ ഒരാള്, നേതാവൊന്നുമല്ല, അഖിൽ മാരാറിനെ പോലെ ഉള്ള ഒരാൾ 2020യിലേക്ക് പോവുകയും അവിടെ 2020യുടെ സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്തു. ഇങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ 2 നീക്കം നടന്നു? അപ്പോൾ രശ്മി അല്ലെങ്കിൽ രശ്മി പോകുമ്പോൾ രശ്മിക്ക് ചുറ്റും നിൽക്കുന്നവരാരാണ് എന്നൊരു ചോദ്യമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരാണെന്നേ, രശ്മിയുടെ കൂടെ നിന്നവർ കോൺഗ്രസ് പ്രവർത്തകരാണ്. അപ്പം സ്വാഭാവികമായിട്ട് പ്രാദേശിക ഘടകത്തിൽ ഈ പറയുന്ന ഐഷ പോറ്റിക്കെതിരായിട്ട് ശക്തമായൊരു വികാരമുണ്ട്. ഐഷ പോറ്റി കാണിച്ച നെറികേടാണെന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. ഇനി നാളെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൽ ഇപ്പം കൊട്ടാരക്കരയിൽ ജയിക്കില്ല, അത് വേറൊരു കാര്യം. അവിടെ ഈ പറയുന്ന അവിടെയുള്ള കൊട്ടാരക്കരയിലെ കോൺഗ്രസ്സുകാർ പൂർണ്ണമായും ഐഷ പോറ്റി കൈവിടും, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം വരെ, അതായത് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഐഷ പോറ്റിക്കെതിരെ മുർദാബാദ് വിളിച്ചുകൊണ്ടും ഐഷ പോറ്റിയെ ചീത്ത വിളിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും നടന്ന അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇനി മുതൽ അങ്ങോട്ട് ഐഷ പോറ്റിക്ക് സിന്ദാബാദ് വിളിക്കേണ്ട ഗതികേട് വന്നു. അതോടൊപ്പം തന്നെ ഒരു സീറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് നിന്ന പലർക്കും അതൊരു വലിയ ക്ഷീണമുണ്ടാക്കി. ആ ക്ഷീണമുണ്ടാക്കിയതിൻ്റെ ഒരു പരിണിത ഫലം അവർ തിരിച്ചു കൊടുത്തിരിക്കും. അവർ തിരിച്ചു കൊടുക്കാൻ പോകുന്നത് എങ്ങനെയാണ്? ഈ കോൺഗ്രസിന്റെ വോട്ടുകളെല്ലാം പോയി അടിയാൻ പോകുന്നത് 2020ലേക്കായിരിക്കും. അല്ലാതെ കോൺഗ്രസിൽ നിന്നുള്ള എല്ലാ വോട്ടുകളും CPMലേക്ക് വരില്ല. ഒരു വിഭാഗം വോട്ടുകൾ CPMലേക്ക് വന്നിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഐഷ പോറ്റി എന്ന് പറയുന്ന ഒരാൾ ഒരു വർഗവഞ്ചകയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവരാണ് കൊട്ടാരക്കരയിലെ കോൺഗ്രസ്സുകാർ.
അവർക്കൊരു കൊട്ടാരക്കരയിലെ കോൺഗ്രസ്സുകാർക്ക് അവരുടേതായ ഒരു മര്യാദയുണ്ടല്ലേ, അവരുടേതായ ഒരു അഭിമാനം ഉണ്ടാവുമല്ലോ. ആ അഭിമാനം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഐഷാപൂരിക്ക് തിരിച്ചടി ഉണ്ടാവും, കനത്ത തിരിച്ചടി ഉണ്ടാവും. അത് ഐഷാപൂരി മാത്രമല്ല നമുക്ക് കരുതേണ്ടത്. ഇനി ഇപ്പൊ പറയുന്ന പോലെ ഇനി സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തേക്ക് വന്നില്ല, 50 പേരെ ഇപ്പൊ കണ്ണും പൂട്ടിക്കൊണ്ട് സ്ഥാനാർത്ഥിയാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്, പിന്നെ വി ഡി സതീശൻ പറയുന്നത്. എങ്കിലും തുടർന്ന് ഇനി ഒരു വലിയ ചർച്ച വരേണ്ടതുണ്ട്, ഇനിയും സ്ഥാനാർത്ഥി പട്ടിക പൂർത്തീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ഇവരുടെ ലിസ്റ്റ് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് അവർ അപ്രൂവ് ചെയ്യുന്ന കുറച്ച് സ്ഥാനാർത്ഥികൾ വരും. ഇപ്പം 55 പേരെ ആയിട്ടുള്ളൂ. ഇനിയും സീറ്റുകൾ ഏകദേശം ഒരു 40 സീറ്റോളം ഇവിടെ പിന്നെ കോൺഗ്രസിന്റെ മാത്രമായി പ്രഖ്യാപിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ഈ BJP-യിൽ നിന്ന് ഇപ്പോൾ അംഗത്വം എടുത്തിരിക്കുന്ന, കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അംഗത്വം എടുത്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പകരമായി എത്തിയിരിക്കുന്ന സന്ദീപ് വാര്യരെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുമ്പോൾ വീണ്ടും അടുത്ത വിഷയത്തിലേക്ക് പോവുകയല്ലേ. നമ്മൾ ആലോചിക്കേണ്ട കാര്യം അതാണ്. ഒരു പാർട്ടി നേതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരു സാധാരണ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലക്ഷ്യം എന്താണ്? അവൻ എപ്പോഴും ലക്ഷ്യം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അവിടെ ഒരു സ്ഥാനമാനം കിട്ടണം. അവന് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ വരുന്ന ഏതെങ്കിലും സ്ഥാനം കിട്ടണം. ഇപ്പൊ ഇങ്ങനെ നൂലിൽ കെട്ടിയിറക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് അവിടുത്തെ സാധാരണക്കാരായ പ്രവർത്തകർ ചിന്തിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ, ആറന്മുളയിൽ വെങ്ങാനൂർ സ്വദേശിയായ അബിൻ വർക്കിയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ആറന്മുളയിൽ അങ്ങനെ ഒരു തീരുമാനം വരുന്ന സാഹചര്യത്തിൽ അവിടുത്തെ DCC-യിൽ അടക്കം, മണ്ഡലം കമ്മിറ്റികളിൽ അടക്കം ഒരു പോസ്റ്റർ പ്രചരണം നടക്കുകയാണ്. ഇങ്ങനെ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് വേണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ടത് അബിൻ വർക്കി ഐഷാപൂറ്റിയെ പോലെ അല്ല. അബിൻ വർക്കി പിന്നെ നമുക്കറിയാവുന്ന പോലെ രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായ ഒരു കൂട്ടാളിയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ കൂട്ടാളിയായ അബിൻ വർക്കിയെ പോലും അവിടുത്തെ DCC തള്ളിക്കളയുന്നുണ്ടെങ്കിൽ അതില് ഒന്നിലും പെടാതിരുന്ന പെട്ടെന്ന് നൂലെ കിട്ടിയതുപോലെ ഇറക്കിക്കൊണ്ടുവന്ന ഐഷാപൂറ്റിയെ ഇവര്, ഈ ആറന്മുളയും ഇതും തമ്മിൽ വലിയ ദൂരം ഒന്നുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാത്തിന്റെയും ഏകദേശം ഒരു ഇതിലൊക്കെ തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഒന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഐഷാപൂറ്റി ഇവർ അംഗീകരിക്കുക? കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞ കേൾക്കുന്നവരാണോ കൊട്ടാരക്കരയിലെ കോൺഗ്രസ്സുകാർ? അല്ല. കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞാലൊന്നും കൊട്ടാരക്കരയിലെ കോൺഗ്രസ്സുകാർ കേട്ടത്തില്ല. കാര്യം ഈ കൊടിക്കുന്നിൽ സുരേഷ് VD സതീശനെ ഒരുപാട് തവണ വിമർശിച്ചിട്ടുള്ള ആളാണ്. ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ തന്നെ തഴഞ്ഞിടുന്നു എന്നുള്ള കാര്യം ഈ കൊടിക്കുന്നിൽ സുരേഷ് ആവർത്തി പലരോടായി പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഒരു എന്താ പറയുക, ഒരു മുന്നേറ്റം, പ്രത്യേകിച്ച് കൊട്ടാരക്കരയിൽ കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം. അതുമാത്രമല്ല, ഇങ്ങനെ കെട്ടിയിറക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും. മലബാർ മാത്രം കൊണ്ട് തൽക്കാലം തൃപ്തിപ്പെടേണ്ട അവസ്ഥ, അതായത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ ലീഗിന്റെ വോട്ടോട് കൂടി തന്നെ ജയിക്കേണ്ടി വരും. ഈ പറയുന്ന VD സതീശൻ പറയുന്ന പോലെ 100 സീറ്റ് എന്നൊക്കെ പറയുന്നത് ഇവരുടെ വെറും സ്വപ്നം മാത്രമാണ്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്നൊരു അവസ്ഥയാണ് ശരിക്കും. ഈ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. തന്നെയല്ല, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചില്ലേ. കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് പശ്ചാത്തല സൗകര്യ വികസനം, അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലൊക്കെ കേരളം മുൻപെങ്ങുമില്ലാത്തൊരു നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരിടത്ത് ഇതൊരു ബാധ്യതയായി മാറുന്നു. അതായത് സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ അടുത്ത തവണ അധികാരത്തിലേക്ക് കയറുന്നത് UDF ആണെങ്കിൽ അവർക്കിതൊരു ബാധ്യതയാണ്. നാളെ ജനം ചോദിക്കും. ഇപ്പൊ നമ്മുടെ ഇവിടെ കല്ലിട്ടല്ല, ഇത് പാറ പൊട്ടിച്ചു, തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടി പാറ പൊട്ടിച്ചു, അതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നടത്തി. സതീശൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയല്ലേ. സതീശൻ അലമ്പെടുത്ത് നടക്കുകയാണ്. എന്തിനാ മുഖ്യമന്ത്രി അതൊക്കെ പാറ പൊട്ടിക്കാൻ പോകുന്നത്? തൊഴിലാളികൾ ചെയ്താൽ പോരെ, അതിന്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പോകണോ? മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ ചെയ്ത ഈ പദ്ധതി നാളെ മുഖ്യമന്ത്രിയുടെ ഇതിന്റെ എല്ലാ രൂപരേഖയും കയ്യിലിരിക്കുന്ന ആരുടെയില്ല, നിലവിലുള്ള LDF സർക്കാരിന്റെ കയ്യിലിരിക്കുന്നത്. നാളെ വരുമ്പോൾ ഇത് UDF സർക്കാരിനെ എങ്ങനെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നറിയാൻ വയ്യാത്ത കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ഉണ്ടായി കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഒന്നാമത്തെ കാര്യം, നിലവിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇവർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഈ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്യേണ്ട ഗതികേട് വരും. ആ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ജനം, ഇപ്പൊ വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. സർക്കാരിന്റെ ഗ്രാമമാക്കാനുള്ള ഉദ്ദേശത്തിലാണ്. ടൗൺഷിപ്പായി അവിടെ ലീഗിന്റെ വീടുകൾ വരുന്നു. അപ്പോൾ അതിനെ ശരിക്കും ഒരു പുനരുജ്ജീവനത്തിന്റെ പാതയിലാണ് വയനാട്. അവിടേക്ക് യാത്രാ ദുരിതം ഏകദേശം 1.5 മണിക്കൂർ ലാഭിക്കാൻ കഴിയുന്ന രീതിയിൽ അവിടെ ഒരു തുരങ്കപാത വരുന്ന വയനാടുകാർക്ക് എന്തുകൊണ്ടും ഒരു ഏറ്റവും എന്താ പറയാ, അവരെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. അവിടെയാണ് തുരങ്കപാത വരുന്നതിനെ തടയുകയും അടുത്ത UDF ആണ് അധികാരത്തിൽ വരുന്നതിൽ നടപ്പിലാക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുക പദ്ധതി. അത് 100% ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ ജനം UDF-നെതിരെ തിരിയും. അടുത്ത തവണ UDF വീണ്ടും പരാജയപ്പെട്ടാൽ, അതായത് 2031 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടാൽ പിന്നെ കേരളത്തിൽ UDF അധികാരത്തിൽ വരികയില്ല.
ഈ പറയുന്ന എല്ലാ മുന്നണി മാറ്റങ്ങളും സംഭവിക്കും. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വലിയ മുന്നണി മാറ്റങ്ങളൊന്നും ഇനി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിൽ തന്നെയും ഈ രീതിയിൽ പാർട്ടി വിട്ടു വരുന്നവരെ കൂടുതൽ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരെ കൂടുതൽ കൊണ്ടു നടക്കുന്ന ഈ രീതി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷം തന്നെ ചെയ്യുമെന്നുള്ള കാര്യം തീർച്ചയാണ്.